ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ പലതരം ഗുലാബ് ജാമുനുകൾ കഴിച്ചിട്ടുണ്ട്. നമ്മൾ മിൽക്ക് പൗഡർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും, പിന്നെ റവ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടാവും. തേന് പോലെ ഇരിക്കുന്ന ഒരു ഗുലാബ് ജാമുനാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ശരിക്കും ഒന്ന് അന്തം വിടും. കാരണം നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത ഒരു ഇൻഗ്രീഡിയൻറ്റ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പം ഇടത്തരം ഈ സൈസിലുള്ള ഒരു 4 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയാണ് സൈസ്. ഇതുപോലത്തെ 4 എണ്ണം ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് വെള്ളത്തിയിട്ട് കഴുകണം കേട്ടോ. അപ്പടി മണ്ണായിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ അറിയാമല്ലോ, നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ നിറയെ ചെളിയും മണ്ണും ആയിരിക്കും. അപ്പോൾ അത് ഒരു 2-3 പ്രാവശ്യം തന്നെ നന്നായിട്ട് കഴുകണം. കഴുകിയാൽ തന്നെ നമുക്കിതെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് കഴുകി, ഇനി അടുത്തത് 2-3 പ്രാവശ്യം കഴുകി, ഇനി അതിൻ്റെ ടോപ്പും ബോട്ടവും ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് ഒന്ന് വേവിക്കാൻ കണക്കിന് ഞാനിപ്പോൾ ഒന്ന് 2-3 വലിയതൊക്കെ ഒന്ന് ഈ സൈസിലുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഈ സമയം തന്നെ ഞാനൊന്ന് സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു. അത് നന്നായിട്ടിപ്പോൾ വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് മാറ്റാം. ഇനി ഒരിക്കലും ഈ സ്വീറ്റ് പൊട്ടാറ്റോ നമ്മൾ വെള്ളത്തിലിട്ട് വേവിക്കരുത്. ഇതുപോലെ ഒരു അപ്പച്ചെമ്പിലോ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ വെച്ച് വേണം വേവിക്കാൻ. കാരണം എന്ന് വെച്ചാൽ അത് നന്നായിട്ട് പെട്ടെന്ന് അങ്ങ് വെന്ത് സ്മാഷായി പോകുന്നതാണ്. അപ്പം ഇതായപ്പോൾ ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ 10-15 മിനിറ്റായി ഞാൻ ഒന്ന് കുത്തി നോക്കുകയാണ്. അപ്പോൾ എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് ഇപ്പോൾ ഞാൻ ഒന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇനി ഇതൊന്ന് തണുക്കണം കേട്ടോ. അപ്പോൾ ഇത് വേഗം ഒരു പരുവമുണ്ട്. ഇങ്ങ് നന്നായിട്ടൊന്ന് കുഴഞ്ഞു പോകരുത് കേട്ടോ. നമ്മൾ ഒരു മാവ് പോലെയൊക്കെ വരുന്ന ആ ഒരു സ്റ്റേജിലോട്ട് പോകരുത്. അതിന് നമുക്ക് എടുക്കുമ്പോൾ അറിയാം, ഒരു ചെറിയൊരു കട്ടി തോന്നിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് നമുക്കിപ്പോൾ തൊടുമ്പോൾ അറിയാൻ പറ്റും. ഇനി ഇതിൻ്റെ നമുക്ക് തൊലിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊളിച്ച് മാറ്റാം. അപ്പോൾ ഇതാണ് ഇത്തിരി ഒരു ചെറിയൊരു ടാസ്ക്കായിട്ട് വരുന്നത് കേട്ടോ. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് തൊലിയൊക്കെ ഒന്ന് പെടാത്ത രീതിയിൽ ഒന്ന് തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് മാറ്റാം കേട്ടോ. അപ്പം ഇനി ഞാൻ വേറൊരു കാര്യം പറയാറുണ്ട്. ഈ സ്വീറ്റ് പൊട്ടാറ്റോ എടുക്കുമ്പോൾ നല്ല ഇനം സ്വീറ്റ് പൊട്ടാറ്റോ കൂടെ എടുക്കാമെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കതാണ് പ്രധാനമായിട്ട് വേണ്ടത്. കേടില്ലാത്തൊക്കെ നല്ല നോക്കിയെടുക്കണം. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു സ്മാഷറാണ്, വുഡിൻ്റെ ഒരു സ്മാഷറാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു കണക്കിന് സ്മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഞാനൊന്ന് ഇതുപോലെ സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനി നമുക്കൊന്നുകൂടെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഇനി ഞാൻ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് കട്ടി പീസുകൾ കാണും. നമുക്ക് അങ്ങനെ പാടില്ല. നല്ല സ്മൂത്ത് ഡോയാണ് ആവശ്യം കേട്ടോ. അപ്പം നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ ഞാനിപ്പോൾ ഒന്ന് കുഴയ്ക്കുന്നുണ്ട്. 5 മിനിറ്റ് നല്ല രീതിയിൽ നന്നായിട്ട് തന്നെ കുഴച്ചിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് ആവശ്യം കേട്ടോ. ഒരു മാവൊക്കെ നമുക്ക് എടുക്കുന്ന ആ ഒരു ടെക്സ്ചറിലോട്ട് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് മൈദ ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് പൗഡറാണ് ആവശ്യം. ഒരു നാരങ്ങ വേണം. 10 രൂപയുടെ 2 പാക്കറ്റ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഗുലാബ് ജാമുനായിട്ട് നമുക്ക് പാൽപ്പൊടി അത്യാവശ്യമാണ്. പിന്നെ ഇത്തിരി ഏലക്കപ്പൊടി ആവശ്യമുണ്ട്. പിന്നെ വേണ്ടത് 1.5 കപ്പ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ ആ സ്വീറ്റ് പൊട്ടാറ്റോയിലേക്ക് നമുക്കിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് മൈദയും മുഴുവനായിട്ട് തന്നെ ഇടാം. പിന്നെ ഈ 2 പാക്കറ്റ് പാൽപ്പൊടി നമുക്ക് വേണം കേട്ടോ. കാരണം വെച്ചാൽ ഗുലാബ് ജാമുന് പാൽപ്പൊടിയുടെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇതിവിടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് കുഴച്ച് എടുക്കണം കേട്ടോ. കൈ കൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് തന്നെ കുഴയ്ക്കണം. അപ്പോൾ ഈ നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റോ എടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ആകാത്ത രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ ഒരു 1/4 കപ്പ് കൂടെ എടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് വെള്ളത്തിൻ്റെ മയം പാടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുഴച്ച് വരുമ്പോഴത്തേക്ക് വെള്ളം നമുക്ക് തോന്നിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മൈദ ചേർക്കാം. അതുകൊണ്ടാണ് 1/4 കപ്പും ഇനി ശരിക്കും രണ്ടാമത് ഒരു 1/4 കപ്പ് കൂടെ എടുത്ത് അതിലൊരു ടേബിൾ സ്പൂണേ ഇനി മിച്ചമുള്ളൂ. അത്രയ്ക്കും ബാക്കി ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു കണക്ക് നമുക്ക് ഉരുട്ടാൻ നമുക്ക് പറ്റണം. അതാണ് നമ്മൾ ഉരുട്ടി നോക്കണം. ഓരോ പ്രാവശ്യം ഉരുട്ടി നോക്കിയിട്ട് വേണം. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മാവ് നമുക്ക് കറക്റ്റായിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി കയ്യിൽ ഇത്തിരി എണ്ണ ഒന്ന് തടകിയിട്ട് നമുക്ക് ഞാനിപ്പം അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ബോൾസായിട്ടാണ് ഒന്ന് ഉരുട്ടുന്നത് കേട്ടോ. അതായത് വലിയൊരു നെല്ലിക്കയെന്നോ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ ഒരു സൈസ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു സൈസ് കണ്ടല്ലോ, ഒരു നാരങ്ങയുടെ വലിപ്പം അത്രയായിട്ട് ഒന്ന്. ബാക്കി ഇനി എല്ലാ മാവും നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ വേവിക്കുന്ന സമയത്ത് വെള്ളം കറക്റ്റ് വേവായിരിക്കണം, എങ്കിലേ നമുക്ക് ഈ ഒരു ടെക്സ്ചറിൽ കിട്ടുള്ളൂ. ഒരു 15-20 മിനിറ്റ് നമുക്ക് വേവിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്ചറിൽ കിട്ടും. അധികം വെന്ത് പോയാൽ ഞങ്ങൾ പറയുന്ന ഒരു തരത്തിൽ ഇത് നമുക്ക് റെഡിയാക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ടെക്സ്ചറാണ് നമ്മൾ കണക്കാക്കി എടുക്കേണ്ടത്. ഇനി ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര
ഉണ്ടല്ലോ അത് നമുക്കൊരു പാനിലോട്ട് മാറ്റാം. അതിൻ്റെ ഒപ്പം തന്നെ ഞാനിപ്പോൾ 1.5 കപ്പ് പഞ്ചസാര എടുത്തുകൊണ്ട് 1.5 കപ്പ് തന്നെ വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈക്വൽ ക്വാണ്ടിറ്റി മതി, 1:1 റേഷ്യോ മതി. ഇനി ഞാനത് ഒരു അടുപ്പിലോട്ട് മാറ്റുന്നുണ്ട്. പഞ്ചസാര ഒന്ന് അലിഞ്ഞ് ഒന്ന് തിളച്ച് വരണം, അതാണ് ആവശ്യം. അപ്പം നമുക്ക് ഒന്ന് ഇളക്കി നമുക്കൊന്ന് അത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതവിടെ നിന്ന് തിളച്ചോട്ടെ. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിവിടെ കമ്പി നൂൽ പരുവം അങ്ങനെയൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങയുടെ പകുതി നമുക്ക് ഇതിലോട്ടൊന്ന് ചേർക്കാം. കാരണം എന്ന് വെച്ചാൽ ഇത് ക്രിസ്റ്റലൈസ് ആകാതിരിക്കാനാണ്. ഒന്ന് പിഴിഞ്ഞ് ഒന്ന് ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഒന്ന് വെട്ടി തിളച്ച ശേഷം നമുക്ക് ഇത്തിരി ഏലക്കപ്പൊടി ഉണ്ടല്ലോ അതൊന്ന് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. നമുക്ക് ഇതിലാണ് ചേർക്കേണ്ടത്. ഇത് ചേർത്ത് ഒന്ന് നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞ പോലെ കമ്പി നൂൽ പരുവമൊന്നും ആകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊരു ഫുഡ് കളറിൻ്റെ ആവശ്യമുണ്ട്. ഞാനിപ്പം സാധാരണ ഇതിൽ യെല്ലോ കളറാണ് ചേർക്കുന്നത്. അപ്പം ഞാനിപ്പം ഫുഡ് കളറൊന്നും ചേർക്കുന്നത് നാച്ചുറലായിട്ടുള്ള നമ്മുടെ കുങ്കുമപ്പൂ ഉണ്ടല്ലോ അതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ചേർത്തതാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ യെല്ലോ കളറുണ്ടെങ്കിൽ അത് തന്നെ ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയായാലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്തതാണ്. ഇത് തന്നെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുക, ആ കളർ ഒന്ന് ആയി വരുന്നവരെ. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഷുഗർ സിറപ്പിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കണ്ടല്ലോ, ഇത്രയും മതി. അല്ലാതെ ഇത് കമ്പി നൂൽ പരുവം അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇതൊന്ന് വെട്ടി തിളച്ച ശേഷം നമുക്കൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. എല്ലാം കൂടെ ഒരു 10-15 മിനിറ്റ് അത്രയും മതി നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കേണ്ട ടൈം കേട്ടോ. ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിക്കാം കേട്ടോ. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരണം, നന്നായിട്ടൊന്ന് ചൂടായി വരണം കേട്ടോ. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഈ ഒരു സൈസിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും ബൗൾസാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇത് നമ്മുടെ ആ എണ്ണയിലോട്ട് ഒന്ന് പതിയെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത്തിരി നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഇത് സ്പൂണിട്ടൊന്നും ചുറ്റിക്കാതെ നമ്മൾ കൈ കൊണ്ട് അതിൻ്റെ പാൻ്റെ മറ്റേ ഹാൻഡിൽ പിടിച്ച് ഇങ്ങനെ ചുറ്റിച്ച് വരണം. അപ്പോൾ ഇത് നല്ല വീർത്ത് വരും കേട്ടോ. നമുക്ക് കാണാൻ പറ്റും നല്ല വീർത്ത് വരുന്നുണ്ട്. നമ്മൾ ഇട്ടുന്നതിനേക്കാളും സൈസ് കൂടിയാണ് വരുന്നത് കേട്ടല്ലോ. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വേണം പിന്നെ ഇനി ബാക്കി ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതിനൊരു 5 മിനിറ്റ് സമയം എടുക്കും നമ്മൾ ഇതൊന്ന് നല്ല രീതിക്ക് ഒന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കുറച്ച് സ്റ്റെപ്പുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാലും നമ്മൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പം തീ ഒന്ന് മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. സ്പൂണൊന്നും ഇട്ടിട്ടില്ല, ആ ഹാൻഡിൽ പിടിച്ച് ഇങ്ങനെ കറക്റ്റാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു കണക്കിന് നമ്മൾ ചുറ്റിച്ച് വേണം ഇതൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കണം കേട്ടോ. അപ്പം ശകലം ക്ഷമയോടെ തന്നെ ഇത് ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് തീ കൂട്ടിയിട്ടാൽ ഇതിൻ്റെ സ്പ്ലിറ്റായിപ്പോയി, നടുക്ക് വെടിച്ചിട്ട് പിന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ഇടുമ്പോഴത്തേക്ക് അതങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കുതിർന്ന് അങ്ങ് ആകെ വൃത്തിയിടാവും. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ക്ഷമയോടെ വേണം ഈ ഒരു ഭാഗം നമ്മൾ ചെയ്തെടുക്കുക. എല്ലാ ഭാഗവും ഇത്തിരി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനിയാണ് ഇപ്പോഴാണ് ഞാനൊന്ന് ഒരു സ്പൂൺ അതിലോട്ട് ഒന്ന് ഇട്ടത് കേട്ടോ. ഇതുവരെ ഞാൻ സ്പൂൺ ഇട്ടിട്ടില്ലായിരുന്നു. ആ ഹാൻഡിൽ പിടിച്ചാണ് കറക്കി ഒന്ന് ചെയ്തത്. അപ്പോൾ കണ്ടല്ലോ, കളർ കണ്ടല്ലോ, ഈ ഒരു കളറാകുമ്പോൾ മാത്രമേ നമ്മളിത് എടുക്കാവൂ. ഇല്ലെങ്കിൽ ഇത് നമുക്ക് കറക്റ്റായിട്ട് ഷുഗർ സിറപ്പ് ഇടുമ്പോൾ ശരിയാവില്ല. ഇനിയിപ്പോൾ അടുത്ത് ഞാൻ രണ്ടാമത്തെ ബാച്ച് ഇതുപോലെ ഒന്ന് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതും ഞാൻ അതുപോലെ തന്നെ ഞാൻ സ്പൂണൊന്നും ഇടാതെ ഒന്ന് ആ ഹാൻഡിൽ ചുറ്റിച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിക്കും തോറും ഇതിൻ്റെ സൈസ് ഇങ്ങനെ കൂടിക്കൊണ്ട് വരും കേട്ടോ. കാരണം വെച്ചാൽ എണ്ണ അതിൻ്റെ മേളിൽ കയറിയിട്ട് സൈസ് ഇങ്ങനെ അത് വീർത്ത് വരും. അതുപോലെ ഈവനായിട്ട് നമുക്ക് ഇതിൻ്റെ ആ പുറമൊന്നും പൊട്ടാതെ കിട്ടും. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു ഗുണം കേട്ടോ. അപ്പോൾ ഇത്തിരി ക്ഷമയോടെ വേണം അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ കളറും ഇപ്പോൾ ഏകദേശം ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു കളറാണ് എപ്പോഴും ആവശ്യം കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. ഒരു വെള്ള കളറായി കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ സിറപ്പ് ഇടുമ്പോൾ കുതിർന്ന് അലിഞ്ഞങ്ങ് പോകും കേട്ടോ. അപ്പം ഇത് ശ്രദ്ധിച്ച് ഈ ഒരു കളർ നോക്കി നമുക്കങ്ങ് കോരിയെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഈ കളർ നോക്കി എടുത്താൽ മതി. ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗണിൽ കളറിൽ എടുക്കണം, അത്രയേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ഇതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ആ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് ഇത്തിരി ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെയല്ല, കുറച്ച് വാമായിരിക്കണം. അതുകൊണ്ട് ഞാനിപ്പം ഷുഗർ സിറപ്പ് വീണ്ടും ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഒന്ന് തിളച്ചാൽ മതി, ഒന്ന് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണം. കാരണം വെച്ചാൽ തണുത്തിരുന്നാൽ നമുക്ക് ഇതിൻ്റെ അബ്സോർപ്ഷൻ കുറച്ച് കുറയും. അപ്പോൾ നമുക്കൊന്ന് ചൂടായിരുന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതായപ്പോൾ ഒന്ന് വെട്ടി തിളച്ച് വന്നിട്ട് ആ മഞ്ഞ കളർ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. ആ മറ്റേതാണ് നമ്മുടെ കുങ്കുമപ്പൂ ചേർത്തതിൻ്റെ ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് ചൂടോടെ തന്നെ ഇതങ്ങ് മാറ്റുകയാണ്. നമ്മുടെ ഷുഗർ സിറപ്പ് ഒഴിച്ച് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് ആ ഷുഗർ സിറപ്പ് ആ ചൂടോടെ തന്നെ നമുക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കാം.
എങ്കിലേ നമുക്കത് പെട്ടെന്നൊരു ഒരു അബ്സോർപ്ഷൻ കിട്ടുള്ളൂ. അപ്പം ഞാനിപ്പോൾ അത് മൊത്തം അതിലോട്ടൊന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഏകദേശം ഇതിപ്പോൾ ശരിക്കും പറയണമെങ്കിൽ രാത്രിയൊക്കെ ഇട്ടുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് കറക്റ്റായിരിക്കും. അപ്പോൾ ഞാൻ രാവിലെയാണ് ഇപ്പോൾ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും ഇതിലോട്ട് മാറ്റിയിട്ട് അതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഒന്ന് ചുറ്റിച്ച് തന്നെ നമുക്ക് ഷുഗർ സിറപ്പൊക്കെ എല്ലായിടത്തും ഒന്ന് എത്തക്കത്ത രീതിയിൽ ഒന്ന് ചുറ്റിച്ച് വയ്ക്കാം. കാരണം എന്ന് വെച്ചാൽ ഇത് കുഴിഞ്ഞ ബോളൊക്കെ ആകുമ്പോൾ നമുക്കത് എല്ലായിടത്തും എത്തണമെന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ആക്കിയിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 2-3 മണിക്കൂർ എന്തായാലും ഇതിന് വേണം കേട്ടോ. ഒന്ന് അടച്ച് വെച്ചേക്കാവേ. 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടേ. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ. സിറപ്പൊക്കെ ഒന്ന് കുടിച്ച് അടിപൊളിയായിട്ട് നല്ല ഗുണ്ട് പണികളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെക്കാളും സൈസും കുറച്ച് കൂടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത് അബ്സോർവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സൈസും കുറച്ച് കൂടും. അപ്പോൾ ആ രീതിയിൽ നല്ല ഗുണ്ട് പണികളായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മുടെ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് സിറപ്പ് വേണമെങ്കിൽ ചേർക്കാം. ഇതിപ്പോൾ കറക്റ്റാണ് കേട്ടോ. 1.5 കപ്പിൻ്റെ അത് കറക്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റുകയാണ്, ബൗളിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടല്ലോ കറക്റ്റായിട്ടുള്ള ടെക്സ്റ്റിലിരിക്കുകയാണ്. നമ്മുടെ ഇത് ശരിക്കും നമ്മുടെ ഈ സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു മനുഷ്യർക്ക് മനസ്സിലാവില്ല കേട്ടോ. നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ മനസ്സിലാവില്ല. ഞാനിപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തൊന്ന് കഴിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ശരിക്കും 3 മണിക്കൂർ ആയിട്ടുള്ളൂ. ഇതിനകത്ത് കറക്റ്റായിട്ട് കണ്ടാൽ അറിയാൻ പറ്റും. കറക്റ്റായിട്ട് അകത്ത് പിടിച്ചിട്ടില്ല. എന്നാലും ഇതൊക്കെ പുറമൊക്കെ നന്നായിട്ട് സോഗിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ. വായിലിട്ട ഉടനെ തന്നെ തലിഞ്ഞങ്ങ് ഇറങ്ങിപ്പോയിട്ട് അത്രയ്ക്ക് നല്ല സ്വീറ്റും നല്ല സോഫ്റ്റുമായിട്ട് ഇരിപ്പുണ്ട്. പക്ഷേ നമ്മുടെ ഈ സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ട് കറി വയ്ക്കുക മാത്രമല്ല ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതേ അല്ല കേട്ടോ. അത്രയ്ക്ക് നല്ല സ്വീറ്റാണ്. ശരിക്കും സ്വീറ്റ് പൊട്ടാറ്റോ തന്നെ ചെറിയൊരു സ്വീറ്റുണ്ട്. അപ്പോൾ ഇതും കൂടെ ആകുമ്പോഴത്തേക്കും ഷുഗർ സിറപ്പിലൊക്കെ മുങ്ങി നല്ല ഇതായിട്ട് ഇരിക്കുകയാണ്. അപ്പം എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്യണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ എടുക്കണം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.